ഇന്ന് കുറെ പേര് ലീവാണല്ലേ? അതെ മിസ്, ഇന്നലെ ക്വിസ് കോമ്പറ്റീഷൻ അതാവും. ഇന്ന് നമുക്ക് ഗ്രൂപ്പ് വൈസിൽ തന്നെ ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ്. ഓക്കെ, എന്നാ സെക്കൻഡ് അവര്. ഓ, ഓലെന്നെ എന്നും ഫസ്റ്റ്. എന്താ അവിടെ പ്രശ്നം? അത് പിന്നെ മിസ്സേ, അവര് തന്നെ എന്നും ഫസ്റ്റ്. ഞങ്ങളെ ഫസ്റ്റ് ഗ്രൂപ്പ് എ ബി നാക്ക. അപ്പൊ പ്രോബ്ലം സോൾവ് ആയില്ലേ? എന്നാ ഞങ്ങളെ എയിലും ബിയിലും നല്ല കാര്യം. ഏത് ഗ്രൂപ്പാണ് വിൻ ചെയ്യുന്നത് എന്നതിലാ കാര്യം. എന്നാലും ഞാൻ പാറൂസിന്റെ ഗ്രൂപ്പിലായില്ലല്ലോ. ഇത്തവണ നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കും. അപ്പൊ ബോർഡിലായിരിക്കട്ടോ മാർക്ക് ചെയ്യുന്നേ. അവരുടെ എ ഗ്രൂപ്പും നിങ്ങളുടെ ബി ഗ്രൂപ്പും കേട്ടോ. ആർ യു റെഡി? മിസ് ബോർഡിലായിരിക്കും മാർക്ക് ചെയ്യുന്നേട്ടോ. അപ്പൊ രണ്ട് ടീമിനും ഓൾ ദി ബെസ്റ്റ്. എന്നാലും ചിന്നു പാവണ്ടല്ലേ, മിസ്സല്ല ഗ്രൂപ്പ് തിരിച്ച് നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ നോവൽ. പ്രേമലേഖനം. യെസ്, പ്രേമലേഖനമാണ് ബഷീറിന്റെ ആദ്യ നോവൽ. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരവസരത്തിലാണ് ഈ നോവൽ എഴുതിയേക്കുന്നത്. 1943 ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പോ എ ഗ്രൂപ്പിന് 1 മാർക്കായേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബഷീർ ദിനമായി ആചരിക്കുന്ന ദിനം. അത് സിമ്പിൾ അല്ലേ, പക്ഷെ ഞാൻ പറയൂല, അങ്ങനെ ഒരു ജയിക്കണ്ട. ജൂലൈ 5. യെസ്, ജൂലൈ 5 ആണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. അപ്പോ എ ഗ്രൂപ്പ് റെഡി അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന ജനപ്രിയ വിശേഷണം എന്താണ്? വേപ്പൂർ സുൽത്താൻ. അതെ, അദ്ദേഹത്തെ എല്ലാവരും സ്നേഹത്തോടെ വേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചിരുന്നു. ഇതിലവര് പൊട്ടു. നമുക്ക് നോക്കാം, നമ്മൾ തന്നെ ജയിക്കാൻ പോകുന്നേ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം റോജ രാജകുമാരി. വെരി ഗുഡ്. അപ്പൊ ഉണ്ണിക്കുട്ട, നീ ഇവരുടെ ഗ്രൂപ്പാണല്ലേ? എന്റെ ചിന്നു, ഇത് നമ്മളെ ഗ്രൂപ്പല്ലേ? ഈ ഗ്രൂപ്പ് ജയിക്കേണ്ടത് നമ്മളെ ആവശ്യമല്ലേ? അല്ല, ഉണ്ണിക്കുട്ടൻ കണ്ടു. അല്ല, എന്താ ഇവിടെ ചർച്ച? ഒന്നുമില്ല മിസ്, രണ്ട് ടീമും ഇപ്പൊ ഈക്വലാണ്. കുട്ടികൾക്കായി ബഷീർ എഴുതിയ ഒരേ ഒരു നോവൽ പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതികളിൽ ഒന്നാണ് പാത്തുമ്മയുടെ ആട്. അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ബഷീർ, അതായത് കഥാനായകൻ, പിന്നെ പാത്തുമ്മ, പാത്തുമ്മയുടെ ആട്, ബഷീറിന്റെ കുടുംബാംഗങ്ങൾ. പാത്തു, ഇത് നീ മറക്കൂലല്ലോ, നിന്റെ പേരല്ലേ? അതെ പാറസി, നമുക്ക് 3 പോയിന്റ് ആയിപ്പോ. അദ്ദേഹത്തിന്റെ സഹോദരി ഒരു ആടിനെയും കൊണ്ട് വീട്ടിലെത്തുന്നു. വീട്ടിലുള്ള പുസ്തകങ്ങളും കടലാസുകളും ചെടികളും ഉൾപ്പെടെ എല്ലാം ആട് തിന്ന് നശിപ്പിക്കുന്നു. എല്ലാവർക്കും ആ ആടിനെ ഇഷ്ടമല്ലായിരുന്നു. ഇതുമൂലമുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളും കുടുംബാംഗങ്ങളുടെ സ്നേഹവും വഴക്കുകളും ബഷീർ നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. കഥയുടെ അവസാനം വായനക്കാരന് കുടുംബസ്നേഹത്തിന്റെയും മനുഷ്യബന്ധങ്ങളുടെയും മഹത്വം മനസ്സിലാക്കുന്നു. ബഷീർ എഴുതിയതിൽ ഏറ്റവും നല്ല കൃതികളിൽ ഒന്ന് തന്നെയാണ് പാത്തുമ്മയുടെ ആട്. ഇന്നലെ എല്ലാരും വീഡിയോ ഞാൻ കണ്ടിരുന്നു. പാർവതി അസലായി ചെയ്തേക്കുന്നത്. എല്ലാരും ഓക്കെ ആണ്, എന്നാലും പാർവതിന്റെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. താങ്ക് യു മിസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബഷീറിന്റെ ആത്മകഥയുടെ പേര്. അതെന്താ? എനിക്കും കിട്ടുന്നില്ല. എനിക്കറിയാം, പക്ഷേ നിങ്ങൾ അങ്ങനെ ജയിക്കണ്ട. പ്ലീസ് പറഞ്ഞതാ, നിനക്ക് ഞാൻ വലിയ ഡയറി മിൽക്ക് വാങ്ങിത്തരാം. പിന്നെ നീ പറ്റിക്കാനല്ലേ? അല്ല, പ്രോമിസ്. അറിയോ അല്ലെങ്കിൽ പാസ് ചെയ്യാം. ഓർമ്മയുടെ അറകൾ. യെസ്, ഓർമ്മയുടെ അറകൾ. അതാണ് ബഷീറിന്റെ ആത്മകഥയുടെ പേര്. എല്ലാരും ഓർത്തു വെക്കണേ. അതിൽ ബഷീർ തന്റെ ജീവിതത്തിലെ വിവിധ അനുഭവങ്ങളും ഓർമ്മകളും ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ബാല്യം, യുവത്വം, സ്വാതന്ത്ര്യ സമര കാലാനുഭവങ്ങൾ, ജയിലിലെ ജീവിതം, കണ്ടുമുട്ടിയ ആളുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സ്വന്തം ജീവിതത്തെ ആത്മാർത്ഥമായും ഹാസ്യരസത്തോടെയും അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഈ കൃതിയുടെ പ്രത്യേകത. അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിപ്പോ ഒന്നും മനസ്സിലാവില്ലല്ലോ, ആരെ ജയിക്കാന്ന്? കൊസ്മാനെ മിണ്ടാതിരി, നമ്മൾ തന്നെ ജയിക്കും. ബഷീറിന്റെ 3 കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണവ? എന്റെ ഉപ്പൂപ്പൊക്കെ ഞാനുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ഒന്നും കൂടെ ഉണ്ട്. അവരതിൽ പൊട്ടും. നോക്കി നിന്നോ. നിങ്ങൾക്ക് അറിയോ? അല്ലെങ്കിൽ മിസ് പാസ് ചെയ്യാം. മിസ്സേ, ഒരു മിനിറ്റ്. ഉസ്മാനെ പറ. ശരിയാണെന്ന് അറിയില്ല, ബാല്യകാലസഖി പറയും. അത് ശരിയാവൂ? പാറൂസേ, എനിക്ക് തോന്നുന്ന ബാല്യകാലസഖിയാന്നാ. ഞാൻ ഇന്നലെ വായിച്ചപ്പോ അത് വായിച്ചതായി ഓർക്കുന്നു. എന്തായി? പാത്തുമ്മയുടെ ആട്, എന്റെ ഉപ്പുപ്പാക്കാരുണ്ടായിരുന്ന ബാല്യകാലസഖി. യെസ്, വെരി ഗുഡ്. ഈ 3 കൃതികളെയും നോവൽ ത്രയം എന്നാണ് അറിയപ്പെടുന്നത്. മിസ്സേ, എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ആൻസർ പറയാത്തവന് ക്വസ്റ്റ്യൻ എത്രയെന്ന് അറിയണല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോടാ, വേഗം ആൻസർ പറയാൻ നോക്കി. ഞങ്ങളെ ടീമൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ടീമിനോടല്ല, നിന്നോടാ പറഞ്ഞേ. ഒന്നും ഒന്നും ഇമ്മിണി വലിയൊന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിലാണ് ഉള്ളത്? വെരി സിമ്പിൾ, ബാല്യകാലസഖി. അതെ, ബാല്യകാലസഖി. മജീദും സുഹറയുമാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അയൽവാസികളായ ഇവർ കുട്ടിക്കാലം മുതലേ ഒന്നിച്ചു വളരുകയും പരസ്പരം പ്രണയത്തിലാകുകയും ചെയ്യുന്നു. സാമ്പത്തികമായ തകർച്ചയും സാമൂഹിക ചുറ്റുപാടുകളും കാരണം ഇവരുടെ പ്രണയം നേരിടുന്ന കടുത്ത പ്രതിസന്ധികളാണ് ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രണയ ദുരന്ത നോവലും കൂടെയാണ് ബാല്യകാലസഖി. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
എന്റെ ഉപ്പൂപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിന്റെ പേരെന്ത്? പാത്തു, നിന്റെ പേര് പറയ്. ഫാത്തിമ. ആശിപ്പിച്ച്. പിന്നെ എന്റെ പേര് ഫാത്തിമ എന്നല്ലാതെ എന്താടാ? അറിയെങ്കിൽ പറ, അല്ലെങ്കിൽ പാസ് ചെയ്യാം. കുഞ്ഞിപ്പാത്തുമ്മ. യെസ്. അക്ഷര വിദ്യാഭ്യാസമില്ലാതെ തികച്ചും നിഷ്കളങ്കയായ കുഞ്ഞിപ്പാത്തുമ്മ എന്ന പെൺകുട്ടിയാണ് കഥയിലെ പ്രധാന കഥാപാത്രം. കുടുംബം ഇപ്പോൾ ദാരിദ്ര്യത്തിലാണെങ്കിലും തന്റെ ഉപ്പക്ക് വലിയൊരു ആന ഉണ്ടായിരുന്നു എന്ന് അവർ എപ്പോഴും നാട്ടുകാരോട് വിമ്പു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിസാർ മുഹമ്മദ് എന്ന യുവാവ് അവരുടെ അയൽപ്പക്കത്ത് താമസിക്കാൻ വരുന്നത്. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുന്ന ഒരാളും കൂടെ ആയിരുന്നു അദ്ദേഹം. കുഞ്ഞിപ്പാത്തുമ്മയുടെ നിഷ്കളങ്കത മനസ്സിലാക്കുന്ന അദ്ദേഹം അവളെ അക്ഷരങ്ങളുടെയും അറിവിന്റെയും ലോകത്ത് കൈപിടിച്ചുയർത്തി. ഒടുവിൽ അറിവില്ലായ്മയുടെ ഇരുട്ടിനെ മാറ്റി നിർത്തി വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറ വിജയിച്ചു. അന്ധവിശ്വാസങ്ങൾക്കും തറവാട് മഹിമകൾക്കും മുകളിലാണ് മനുഷ്യത്വം, അറിവുമെന്ന് നോവൽ കാട്ടിത്തരുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ആൻസർ പറയുന്നത് നമുക്ക് നോക്കാം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഏത് ടീമിനെ അറിയുന്ന വേഗം പറ. 2 ടീമിനും അറിയൂലേ? എന്നാ മിസ് തന്നെ പറയാ, പ്രേം പാറ്റ. അപ്പോ ലാസ്റ്റായി ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കുക, ആരാ വേഗം പറയുന്നേ അവരായിരിക്കും വിൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജയിൽ പാശ്ചാത്തലമാക്കി ബഷീർ എഴുതിയ പ്രശസ്ത കഥ, പ്രണയ കഥ ഏതാണ്? ഉസ്മാൻ ഒന്ന് വേഗം പറ. ഇന്നലെ നമ്മൾ ദേവിച്ചൊക്കെ അഭിനയിച്ചില്ലേ? ഓ, കിട്ടുന്നില്ലല്ലോ. മതിലുകൾ. വെരി ഗുഡ്. അപ്പോ ബി ഗ്രൂപ്പ് വിജയിച്ചിരിക്കുന്നു. എല്ലാരും ക്ലാപ്പ് ചെയ്തേ.